BJP MLA സമ്മാനിച്ച UDF എന്താണ് PM മുഹമ്മദ് റിയാസിന്റെ ആരോപണം. ഈ മണ്ഡലങ്ങളിൽ മതനിരപേക്ഷ വോട്ടുകൾ UDF ഭിന്നിപ്പിച്ചു എന്നാരോപിക്കുന്നു. കനത്ത തോൽവി പരിശോധിക്കും, തിരുത്തും എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇറങ്ങുമെന്നും മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കാണാം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയും LDF ചർച്ചയും പ്രാഥമികമായി പരിശോധിക്കും. പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ പാർട്ടിയുടെ ഉയർന്ന ഘടകം മുതൽ എല്ലാ ഘടകങ്ങളിലും പരിശോധിച്ച് രാഷ്ട്രീയവും സംഘടനാപരവുമായി എടുക്കേണ്ട നിലപാടുകൾ, അതിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒക്കെ പരിശോധിച്ച് പോകും. കേരളം പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ BJPക്ക് 3 സീറ്റ് കിട്ടി. ആ 3 സീറ്റിൽ 2ാം സ്ഥാനത്ത് LDF ആണ്. ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അവിടെയൊക്കെ LDFന് കിട്ടേണ്ടിയിരുന്ന വോട്ട് UDF പിടിച്ചത് കൊണ്ടാണ് BJP ജയിച്ചത്. ഇപ്പോൾ LDFിലേക്ക് വരേണ്ട മതനിരപേക്ഷ വോട്ടുകളെ UDF ഇതുപോലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി കൈക്കലാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള വിജയമാണ് അവിടെ BJPക്ക് ഉണ്ടായത്. BJPക്ക് 3 MLAമാരെയും സൃഷ്ടിച്ചു കൊടുത്തതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതുകൊണ്ട് തന്നെ കേരളത്തിലെ UDFനുണ്ട്.